അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിക രാഷ്ട്രീയ സംജ്ഞകളും ചിന്തകളും ഒരു പുനരാലോചന എന്ന വിഷയത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇസ്ലാമിക രാഷ്ട്രീയ മേഖല വളരെ വിപുലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ ഇക്കാലം വരെയുള്ള പണ്ഡിതന്മാരെല്ലാവരും ഈ വിഷയത്തിൽ വിശദമായ പഠനങ്ങളും ചിന്തകളും സമർപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും സലഫുസാലിഹ്യങ്ങളും അതിനുശേഷം വന്ന എല്ലാ പണ്ഡിതന്മാരെയും വറസത്തുൽ അംബിയ എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഹദീസിന്റെ ആശയത്തിന്റെ പ്രതിഫലനമാണ്. സ്വാഭാവികമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചിന്തകളെ, ഹദീസുകളെ, അദ്ദേഹത്തിന്റെ സുന്നത്തിനെ പിൻകാലത്ത് വന്ന സലഫുസാലിഹ്യങ്ങളുടെ ജീവിതത്തിനെയും അടിസ്ഥാനപ്പെടുത്തി പിൻകാല പണ്ഡിതന്മാർ വളരെ വിപുലമായി തന്നെ ഈ വിഷയത്തിൽ ചിന്തിക്കുകയും ഗ്രന്ഥരചനകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിക രാഷ്ട്രീയ ചിന്തകളുടെ അതിന്റെ പ്രധാനപ്പെട്ട ചില വശങ്ങളെ ചർച്ച ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. സ്വാഭാവികമായും ആധുനിക കാലത്ത് നാഷണൽ സ്റ്റേറ്റ് ചർച്ചകൾ സജീവമായിരിക്കുന്ന കാലഘട്ടത്തിൽ, യാഥാർത്ഥ്യമായിരിക്കുന്ന കാലഘട്ടത്തിൽ ആ ഒരു വിഷയത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ഒരു ചർച്ചകൾ അനിവാര്യമാണ്. ഇസ്ലാമിന്റെ രാഷ്ട്രീയ സംജ്ഞകളെ ചർച്ച ചെയ്യുമ്പോൾ ആദ്യം തന്നെ കടന്നു വരുന്നത് ഖിലാഫത്ത് എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. ഖിലാഫത്ത് എന്നതിനെ പൊതുവെ ഇസ്ലാമിക ലോകം, ഇസ്ലാമിക ചരിത്ര രചനകളെല്ലാം ഒന്ന് അതിന്റെ ഒരു ചരിത്രം, ഒരു നിർണിതമായ ചരിത്ര കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നതായിട്ടാണ് ഖിലാഫത്ത് എന്ന് പറയുന്നതിനെ വിശദീകരിക്കുന്നത്. മറ്റൊന്ന് ഭാഷാടിസ്ഥാനത്തിൽ പ്രതിനിധാനം, അള്ളാഹുവിന്റെ റെപ്രസെന്റേറ്റീവ്, ഭൂമിയിലുള്ള അള്ളാഹുവിന്റെ പ്രതിനിധി എന്ന രീതിയിൽ അതിനെ ഭാഷാപരമായി വിശദീകരിക്കുന്ന ഒരു രീതിയുണ്ട്. പൊളിറ്റിക്കൽ ഫിലോസഫിയുടെ ഭാഗമായി ഇസ്ലാമിക ഭരണ സംവിധാനത്തെ കുറിക്കുന്ന പദപ്രയോഗം എന്ന രീതിയിലും ഉപയോഗിക്കുന്നു. അതിന്റെ കൂടെ തന്നെ ഇസ്ലാമിക വിജ്ഞാന ശാഖകളിലെ പാരമ്പര്യത്തിന്റെ പ്രധാന ഭാഗങ്ങളിലൊന്നായ തസവുഫിലും ഖിലാഫത്ത് എന്നത് ഷെയ്ഖ്, മുരീദ്, ഷെയ്ഖിന്റെ അനുചരൻ എന്ന് പറയുന്ന ഷെയ്ഖിന്റെ ആശയങ്ങൾ വിവിധ ഭാഗങ്ങളിലേക്ക് പ്രചരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രധാന അനുയായിയെ ഖിലാഫത്ത് എന്നുള്ള പദം വെച്ചുകൊണ്ടുള്ള ചർച്ചകളുമുണ്ട്. അതിൽ കൂടെ തന്നെ ഈ പണ്ഡിതന്മാരെല്ലാവരും, ആ തസവുഫിൽ ഉള്ള പണ്ഡിതന്മാർ തന്നെയും ഖിലാഫത്തിനെ പൊളിറ്റിക്കൽ ഫിലോസഫിയുടെ ഭാഗമായി വിശദീകരിക്കുന്ന ഉദാഹരണങ്ങളും നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഈ രീതിയിൽ ഖിലാഫത്തിനെ സാധാരണ ഇസ്ലാമിക ഹിസ്റ്ററിയിലും ഇസ്ലാമിക ചർച്ചകളിലും ഖിലാഫത്തിനെ കുറിച്ച് ആദ്യം മനസ്സിൽ വരുന്നത് അതൊരു സാമ്രാജ്യത്വത്തിന്റെ ഭാഗമായിട്ടാണ്. ഒരു സാമ്രാജ്യത്വം, ഒരുപാട് പ്രദേശങ്ങൾ ഒന്നിച്ചു നിൽക്കുന്ന ഒരു ഭരണരീതി എന്ന നിലയിലാണ്. കാരണം ഇസ്ലാമിക രാഷ്ട്രീയ ചരിത്രങ്ങളിലെല്ലാം, ഇസ്ലാമിന്റെ ചരിത്രങ്ങളിലെല്ലാം ഇതേപോലെ സാമ്രാജ്യങ്ങളുടെ ചരിത്രമാണുള്ളത്. ഉമയ്യ ഖിലാഫത്തും അബ്ബാസി ഖിലാഫത്തും ഉസ്മാനി ഖിലാഫത്തും പിന്നീട് വിവിധ ഭാഗങ്ങളിൽ നടന്ന ചെറുതും വലുതുമായ ഖിലാഫത്തുകളും ഭരണ സംവിധാനങ്ങളുമെല്ലാം പിടിച്ചടക്കലിന്റെ ഒരു ചരിത്രങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് ആ ഒരു തരത്തിലേക്കാണ് ഖിലാഫത്ത് എന്ന് കേൾക്കുമ്പോൾ തന്നെ പൊതുവെ ആ വിഷയത്തിൽ ചർച്ചകൾ വരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഖിലാഫത്തിനെ ഒരു അംബ്രല്ല, ഒരു കുടക്കീഴിൽ എന്നതിന്റെ അപ്പുറം ഖിലാഫത്ത് എന്നത് വിവിധ ഗവർണൻസുകൾ ഒരേ സമയം തന്നെ ഉണ്ടാവാൻ സാധ്യമാണ് എന്ന രീതിയിൽ ചിന്തിച്ച ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പോലുള്ള പണ്ഡിതന്മാരുണ്ട്. അതായത് ഒരൊറ്റ കുടക്കീഴിൽ എന്നതിന് പകരം വിവിധ ഭാഗങ്ങളായി, വിവിധ പ്രദേശങ്ങളിലായി ഭരണ സംവിധാനങ്ങൾ, ഇസ്ലാമിന്റെ പേരിൽ ഭരണ രീതികൾ നടപ്പിലാക്കാൻ കഴിയുമെന്നാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറയുന്നത്. ഈ ചിന്തകളെല്ലാം മുന്നിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ കഴിയുന്നത് അള്ളാഹുവിന്റെ റെപ്രസെന്റേഷൻ നടത്താൻ കഴിയുന്ന ഭരണ സംവിധാനത്തെ, ആ ഒരു രീതിയെയാണ് ഖിലാഫത്ത് എന്ന് പറയുന്നതും അതിന്റെ ഉള്ളിൽ അതിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഭരണം എങ്ങനെ കൊണ്ടുപോകണമെന്നുള്ളത് അതത് കാലത്തിലേക്ക് നമുക്ക് വായിക്കാൻ, വിശദീകരിച്ച് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് ആധുനികരായ പണ്ഡിതന്മാരുടെയും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പോലുള്ള 14-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പണ്ഡിതന്മാരെല്ലാം രചനകൾ മുന്നിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇസ്ലാമിക രാഷ്ട്രീയ ചിന്തകളെക്കുറിച്ച് നിരവധി പണ്ഡിതന്മാർ, ഒരുപാട് ഫിലോസഫേഴ്സ്, ഫാറാബി മുതലുള്ള ഇങ്ങോട്ടുള്ള നിരവധി പണ്ഡിതന്മാർ, അദ്ദേഹത്തിന്റെ അൽ മദീനത്തുൽ ഫാദില
ഫാറാബിയുടെ വർക്കിൽ ഈ മദീനയെക്കുറിച്ചിട്ടുള്ള നഗരപ്രദേശത്തെക്കുറിച്ചിട്ടുള്ള ഭരണ സംവിധാനത്തെ കേന്ദ്രീകരിച്ചിട്ടുള്ള ചിന്തകളുണ്ട്. മാവർദിയുടെ അൽ അഹ്കാമുൽ സുൽത്താനിയ എന്ന് പറയുന്ന കൃതിയിൽ ഭരണ സംവിധാനത്തെക്കുറിച്ചും അതിന്റെ നിയമ നടത്തിപ്പുകളെക്കുറിച്ചും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയും അതിനു മുമ്പ് ഇമാം ഗസാലിയുടെയും വർക്കുകളിൽ അദ്ദേഹത്തിന്റെ അൽ ഇഖ്തിസാദ് ഫിൽ ഇഅ്തിഖാദ് എന്ന് പറയുന്ന വർക്കിലും അതുപോലെ തന്നെ നസീഹത്തുൽ മുലൂക്ക് എന്ന് പറയുന്ന രചനകളിലും ഈ പറയുന്ന ഭരണ സംവിധാനത്തെക്കുറിച്ചും ഖിലാഫത്ത് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നിയമം ഭൂമിയിൽ നടപ്പിലാക്കുന്നതിനെ കുറിച്ചുള്ള വിശദമായ ചർച്ചകൾ ആ കൃതിയിൽ നമുക്ക് കാണാൻ കഴിയും. ഇബ്നു ഖൽദൂന്റെ വർക്കുകളിലും ഈ പറയുന്ന രീതിയിലുള്ള ഖിലാഫത്തിനെ കുറിച്ചും അള്ളാഹുവിന്റെ നിയമം നടപ്പിലാക്കേണ്ട അനിവാര്യതയെക്കുറിച്ചും ഈ കാര്യം വിശദമായി സംസാരിക്കുന്നുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ അസിയാസ ശറയ്യ എന്ന കൃതിയിലും അള്ളാഹുവിന്റെ ഭരണം നടപ്പിലാക്കുന്ന ആ ഒരു ഭരണ സംവിധാനത്തിന്റെ അനിവാര്യതയെക്കുറിച്ച് ഈ രചനകളിലെല്ലാം ഇവർ വിശദീകരിക്കുന്നുണ്ട്. ഇബ്നു ഖൽദൂൻ അദ്ദേഹം പറയുന്നത് ഖിലാഫത്ത് അത് അനിവാര്യമാണ്. അത് ഖിലാഫത്ത് എങ്ങനെയെന്നാൽ അത് ഭരണകർത്താവിന്റെ പെർഫോമൻസിന്റെ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെ രീതിയെ അവലംബിച്ചിട്ടാണ് നിലനിൽക്കുന്നത്. അതായത് ഭരണകർത്താവ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞതുപോലെ ഉസൂലുകളിലെ കൃതികളിൽ ഭരണകർത്താവിനെ വിശദീകരിച്ച പോലെ അൽ ഇമാമുൽ ആദിൽ നീതിമാനായ ഭരണകർത്താവ്, നീതിമാനായ നേതാവ്, അൽ ഹാക്കിമുൽ ആദിൽ എന്നൊക്കെ വിശദീകരിക്കുന്ന തരത്തിലുള്ള അതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള ഭരണ സംവിധാനം ഇല്ലെങ്കിൽ ആ ഭാഗത്ത് അരാജകത്വവും ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടാവുമെന്ന് ഇബ്നു ഖൽദൂനും ഈ ഭരണ സംവിധാനത്തിന്റെ ഈ ഖിലാഫത്തുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ പറയുന്ന ഭാഗത്ത് ഇത് വിശദീകരിക്കുന്നുണ്ട്. ഇങ്ങനെ വിവിധ പണ്ഡിതന്മാർ അള്ളാഹുവിന്റെ ഭരണം നടപ്പിലാക്കുന്നത് ഫർള് കിഫായാണ്, അതൊരു സമൂഹത്തിന്റെ ബാധ്യതയാണ് എന്ന് അവരുടെ രചനകളിൽ കൂടി വിശദീകരിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് എന്താണ് പൊളിറ്റിക്കൽ തിയറിനെ കുറിച്ചുള്ള ബാക്കി ചിന്തകളെല്ലാം. പ്രധാനമായും ഈ ഒരു കാലഘട്ടത്തിൽ ചർച്ച ചെയ്യുന്നത് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ആധുനിക പണ്ഡിതരിൽ ഒരാളായ വയലല്ലാഖിനെ പോലുള്ള ഗ്രന്ഥകർത്താക്കൾ എഴുതുന്നത് ഇസ്ലാമിക് ഭരണ സംവിധാനം അല്ലെങ്കിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു അസാധ്യമായ, ഒരിക്കലും സാധിക്കാൻ കഴിയാത്ത, അത് നടപ്പിലാക്കാൻ കഴിയാത്ത ഒരു ഭരണ സംവിധാനം എന്ന രീതിയിലാണ് ഇസ്ലാമിക് സ്റ്റേറ്റിനെ കുറിച്ചുള്ള ചിന്തകൾ വയലല്ലാഖ് മുന്നോട്ട് വെക്കുന്നത്. ഈ ഒരു രീതിയെ ഉവൈർ അഞ്ജുമിനെ പോലുള്ള ആധുനികരായ യുവ പണ്ഡിതന്മാരും ശക്തമായ വിമർശനങ്ങൾ അവരുടെ രചനകൾ നമുക്ക് കാണാൻ കഴിയും. ഉവൈർ അഞ്ജുമിന്റെ കൃതിയായ പൊളിറ്റിക്സ്, ലോ, കമ്മ്യൂണിറ്റി, തൈമിയൻ മൂവ്മെന്റ് എന്ന് പറയുന്ന വർക്കിൽ വയലല്ലാഖിന്റെ ചിന്തകളുടെ ശക്തമായ വിമർശനങ്ങൾ കാണാം. വയലല്ലാഖ് ഈ വിഷയത്തെ സമീപിക്കുന്നത് അത് ഒരിക്കലും സാധ്യമല്ലാത്ത, ഇസ്ലാമിക ഭരണ സംവിധാനത്തിനോ അതിന്റെ രീതിക്കോ മോഡേണിറ്റിയുമായി യാതൊരു കണക്ഷനും ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു രീതിയായിട്ടാണ് വയലല്ലാഖ് അതിനെ മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ ഇസ്ലാമിന്റെ ഭരണ സംവിധാനത്തിന്റെയും കാലികമായി ഇസ്ലാമിനെ നടപ്പിലാക്കാനും ചിന്തിക്കാനും പറ്റുന്ന ഒരു ഫ്ലെക്സിബിലിറ്റിയെ വയലല്ലാഖ് മനസ്സിലാക്കാതെ പോകുന്നു എന്നാണ് ഉവൈർ അഞ്ജും ആ കൃതിയിൽ വിശദീകരിക്കുന്നത്. ആ ഒരു തരത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചിന്തകൾ രൂപപ്പെടുന്നത്? ഇസ്ലാമിന്റെ ചിന്തകളെ കാണേണ്ടത് ഇസ്ലാമിന്റെ രാഷ്ട്രീയ ചിന്തകളിലൂടെയും ആശയങ്ങളിലൂടെയുമാണ്. പുറത്ത് യൂറോസെൻട്രിക്കായ സാധാരണ പൊളിറ്റിക്കൽ തിയറിയിലും പൊളിറ്റിക്കൽ സയൻസിലുമുള്ള ചിന്തകളെ മുന്നിൽ വെച്ചുകൊണ്ട് ഇസ്ലാമിന്റെ രാഷ്ട്രീയ ചിന്തകളെ സമീപിക്കുമ്പോഴാണ് ഈ പ്രധാനപ്പെട്ട പ്രശ്നം തോന്നുന്നത്. സാധാരണ പൊളിറ്റിക്കൽ സയൻസിൽ ഈ പൊളിറ്റിക്കൽ തിയറികളിലുമെല്ലാം സ്റ്റേറ്റിനെ അനാർക്കിയായിട്ടും, സ്റ്റേറ്റ് എന്ന് പറയുന്നത് അഗ്രസീവായ, അനാർക്കിസ്റ്റായ, അതായത് സെൽഫ് സെൻട്രിക്കായ, സ്വന്തം ഇൻട്രസ്റ്റ് നോക്കുന്ന, സെൽഫിഷ് ആയ, ഈഗോയിസ്റ്റായ, ഇങ്ങനെ വിവിധ പദപ്രയോഗങ്ങളിലൂടെ ഒരുതരം അനാർക്കി നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭരണ സംവിധാനം എന്ന നിലയിലാണ് ആധുനിക രാഷ്ട്രീയ സിദ്ധാന്തങ്ങളിലെല്ലാം ഉള്ളത്. ഇത് തന്നെ ആവണമെന്നില്ലല്ലോ ഇസ്ലാമിന്റെ കൺസെപ്റ്റിലും. ഇസ്ലാം എന്ന് പറയുന്നത് ആ സിൽമാണെങ്കിൽ,
സലാമത്താണെങ്കിൽ, സലാമാണെങ്കിൽ, ആ ഒരു തരത്തിൽ ആ ഒരു കൺസെപ്റ്റിനെയും ഇസ്ലാമിന്റെ ഏതൊക്കെ തലത്തിൽ വിശദീകരിക്കാൻ പറ്റുന്ന ആശയങ്ങളുണ്ടോ അതിലെല്ലാം ഒരുപോലെ പ്രതിഫലിക്കേണ്ടതാണെന്നാണ് ഇസ്ലാം ഈ ഒരു വിഷയത്തിൽ പറയുന്നത്. സ്റ്റേറ്റ് എന്നാൽ യൂറോസെൻട്രിക് ഐഡിയകൾ പറയുന്നത് പോലെ എപ്പോഴും പ്രശ്നഭരിതമായ, യുദ്ധം പ്രതീക്ഷിക്കുന്ന, യുദ്ധത്തിന് വേണ്ടി കൊതിക്കുന്ന, എപ്പോഴും അഗ്രസീവായ, സ്വന്തം കൂടെയുള്ള സിറ്റിസൺസിനെ, നാട്ടുകാരെ, നിവാസികളെ അടിച്ചമർത്തുന്ന ഒരു ഭരണ സംവിധാനം എന്ന നിലയിലല്ല ഇസ്ലാമിന്റെ കൺസെപ്റ്റിൽ ഒരു ഭരണ സംവിധാനമുള്ളത്. നീതിമാനായ ഭരണകർത്താവ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ സയ്യിദുൽ ഖൗമി ഖാദിമുഹും, ആ ഒരു നാട്ടിന്റെ നേതാവ്, അവരുടെ സേവകൻ എന്ന രീതിയിലാണ് ഇസ്ലാം ഒരു ഭരണകർത്താവിനെ, നേതാവിനെ ചിത്രീകരിക്കുന്നത്. ആ ഒരു ഭരണ സംവിധാനവും അതിൽ നടപ്പിലാക്കാൻ പറ്റുന്ന, നീതി നടപ്പിലാക്കാൻ പറ്റുന്ന രീതിയിലേക്കാണ് ഭരണ സംവിധാനവും പോവേണ്ടത് എന്നുള്ളതാണ് സ്റ്റേറ്റിനെ കുറിച്ചുള്ള ഇസ്ലാമിന്റെ കൺസെപ്റ്റ്, ഇസ്ലാമിന്റെ സങ്കല്പങ്ങൾ. ഈ ഒരു അടിസ്ഥാനത്തിൽ യൂറോസെൻട്രിക് ഐഡിയകൾ നിറച്ചുവെച്ച ഈ പറയുന്ന സ്റ്റേറ്റിനെ കുറിച്ചുള്ള അഗ്രസീവായ കൺസെപ്റ്റുകളെ മാറ്റി ഇസ്ലാം പറയുന്ന തരത്തിൽ സമാധാനത്തിന്റെയും സമ്മേളനത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും നീതിയുടെയും അടിസ്ഥാനത്തിലുള്ള സ്റ്റേറ്റ് രൂപീകരണത്തെയും സ്റ്റേറ്റിന്റെ നടപ്പിലിനെ കുറിച്ച് വിവിധ പണ്ഡിതന്മാർ പല കാലത്ത് വിശദീകരിച്ചിട്ടുണ്ട്. ആ ഒരു ചിന്തയെ കേന്ദ്രീകരിച്ചിട്ടാണ് ആധുനിക കാലത്ത് ഇസ്ലാമിന്റെ സ്റ്റേറ്റ് സങ്കല്പത്തെക്കുറിച്ചുള്ള ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. ആ ഒരു വിഷയത്തിൽ വായിൽ ഹല്ലാക്കിന് തെറ്റുപറ്റിയെന്നുള്ളതാണ് ഉവൈർ അൻജുമിനെ പോലുള്ള പണ്ഡിതന്മാർ ഈ കാര്യത്തിൽ മുന്നോട്ട് വെക്കുന്നത്. ഇതിന്റെ കൂടെ നമ്മൾ വിശദീകരിക്കേണ്ട വിവിധ വശങ്ങളുണ്ട്. സാധാരണ ക്ലാസിക്കൽ ഇസ്ലാമിക് പൊളിറ്റിക്കൽ ഫിലോസഫിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകളിൽ പ്രധാനമായി മുന്നോട്ട് വെക്കുന്ന ഒരു ബൈനറിയാണ് ദാറുൽ ഹർബ്, ദാറുൽ ഇസ്ലാം എന്ന് പറയുന്നത്. ഇസ്ലാമിക ലോകത്തിന്, ഇസ്ലാമിന്റെ നാടിന്റെ, ഇസ്ലാം നടപ്പിലാക്കപ്പെടുന്ന ആ പ്രദേശത്തിന് പുറത്തുള്ളതെല്ലാം ദാറുൽ കുഫർ എന്നോ, യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കുന്ന ദാറുൽ ഹർബെന്നോ, ഇങ്ങനെ തരത്തിൽ മാത്രം ഇസ്ലാമിക രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ എഴുതപ്പെട്ട ഒരു സാഹചര്യമാണ് നമ്മുടെ മുൻപിലുള്ളത്. ഇതിനെ മാറ്റിവെച്ചുകൊണ്ട് ഇതിന്റെ അപ്പുറം ചിന്തിച്ച ഒരുപാട് പണ്ഡിതന്മാർ, ഇബ്നുൽ ഖയ്യിമിനെ പോലുള്ള, ദാറുൽ അഹദ് മുന്നോട്ട് വെച്ച ആധുനിക പണ്ഡിതരായ യൂസുൽ ഖർലാവി, ഇസ്ലാമിക ലോകത്തിന്, മുസ്ലിം ലോകത്തിന് പുറത്തുള്ളവരെ ദാറുൽ ഹർബ് എന്നതിന്റെ അപ്പുറം ദാറുൽ ദഅവ, പ്രബോധനത്തിന്റെ ലോകം, പ്രബോധനത്തിന്റെ ഗേഹം എന്ന രീതിയിലാണ് വിശദീകരിക്കേണ്ടത്. അതൊരു പ്രബോധിതരാണ് എന്ന് പറയുന്ന ഒരു ബോധമാണ് മുന്നോട്ട് വെക്കേണ്ടതെന്ന് അദ്ദേഹം പറയുന്നു. താരിഖ് റമദാനെ പോലുള്ള പണ്ഡിതന്മാർ പറയുന്നത് ദാറുൽ ഷഹാദയാണ്. ഇസ്ലാമിക ലോകത്തിന്, മുസ്ലിം ഭരണ സംവിധാനത്തിന് പുറത്തുള്ളവർ, ബാക്കി അവരുടെ സത്യസാക്ഷ്യം വഹിക്കേണ്ട അവിടെയുള്ള മുസ്ലിങ്ങൾ, അവര് ശരിയായ മുസ്ലിമായി ജീവിച്ചുകൊണ്ട് ജീവിതം ഒരു സത്യസാക്ഷിയായി മാറ്റുന്ന ഒരു സാഹചര്യം, ആ ഒരു നാടിനെ സൃഷ്ടിക്കേണ്ട ആ ഒരു ടെർമിനോളജിയാണ് താരിഖ് റമദാനെ പോലുള്ള പണ്ഡിതന്മാർ മുന്നോട്ട് വെക്കുന്നത്. ഇത് ദാറുൽ ഹർബ്, ദാറുൽ ഇസ്ലാം എന്ന് പറയുന്ന ബൈനറികൾക്കപ്പുറം മറ്റൊരു ലോകത്തിന് സാധ്യമാണ് എന്ന ചിന്ത നമുക്ക് മുന്നോട്ട് വെച്ചു തരുന്നു. ഉസൂലുൽ ഫിഖഹിന്റെ അടിസ്ഥാന പ്രമാണങ്ങളെക്കുറിച്ചും, ഉസൂലുൽ ഫിഖിൽ നിന്ന് രൂപീകരിക്കുന്ന നിയമങ്ങളെക്കുറിച്ചും, ഖായിദ എന്ന പേരിൽ അറിയപ്പെടുന്ന നിയമങ്ങളെക്കുറിച്ചും, അത് ആധുനിക പൊളിറ്റിക്കൽ ഫിലോസഫിയിൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചും, ഉസൂലുൽ ഫിഖഹിന്റെ അടിസ്ഥാന പ്രമാണങ്ങളായ പ്രധാന ശരീരത്തെക്കുറിച്ചും, നഫ്സിനെ കുറിച്ചും, അഖ്ല്, മാല്, ഇർദ്, നസ്ല്, അദ്ല് എന്നൊക്കെ പറയുന്ന ബുദ്ധി, അഭിമാനം, അതുപോലെ തന്നെ പാരമ്പര്യം, കുടുംബം, നീതി, ശരീരം എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള അതിനെ പ്രിസർവ് ചെയ്യേണ്ട നിയമ സംവിധാനങ്ങളാണ് ഉണ്ടാവേണ്ടത്. ശരീഅത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇതാവണമെന്ന് ഉസൂൽ ഫിഖിന്റെ കൃതികളെല്ലാം വിശദീകരിക്കുന്നുണ്ട്. ആ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന പദപ്രയോഗങ്ങളെയും ഇതിനെയും ആധുനികമായി വായിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. അതായത് ഒരാളുടെ അഭിമാനത്തെ സംരക്ഷിച്ചു നിർത്തേണ്ട നിയമത്തെക്കുറിച്ച് പുനരാലോചനകൾ അനിവാര്യമാണ്. ദീൻ, ഒരാൾ ഇസ്ലാം ആവട്ടെ, മറ്റൊരുത്തന്റെ ദീനാവട്ടെ, അതെങ്ങനെ സംരക്ഷിക്കണം, അതിന് ഏതറ്റം വരെ അതിന്റെ ഒരു പ്രൊട്ടക്ഷന്റെ പരിധികളുണ്ട്, ഏതറ്റം വരെ അതിന്റെ പ്രചാരണവും ഇതൊക്കെ നടക്കാൻ കഴിയുമെന്നുള്ള ചർച്ചകൾ ഈ വിഷയത്തിലുണ്ട്. ഇതുപോലെ
നിരവധി ചർച്ചകൾ ഉസൂൽ ഫിഖുമായി ബന്ധപ്പെട്ടും ഖായിദകളുമായി ബന്ധപ്പെട്ടും നിരവധി ചർച്ചകൾ ഈ വിഷയത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഉസൂൽ ഫിഖിനെ കുറിച്ചും ആ ഉസൂൽ ഫിഖിന്റെ ഖായിദകളെ കുറിച്ചും അതിൽ നിന്ന് രൂപപ്പെടുന്ന ലീഗൽ തിയറികളെ കുറിച്ചും പൊളിറ്റിക്കൽ തിയറിയുമായി കണക്ഷനുള്ള ഈ പറയുന്ന ലീഗൽ തിയറികളെ കുറിച്ചുമുള്ള പുതിയ പഠനങ്ങൾ ഈ വിഷയത്തിൽ അനിവാര്യമാണ്. ഇങ്ങനെ വിവിധ ചർച്ചകളിലൂടെ മുന്നോട്ട് പോവേണ്ടതാണ് ഇസ്ലാമിക രാഷ്ട്രീയ ചിന്തകൾ എന്ന് പറയുന്നത്. പൊതുവെ ഇസ്ലാമിക രാഷ്ട്രീയ ചിന്തകളെ മുന്നിൽ വെക്കുമ്പോൾ പൊതുവെ വിശദീകരിക്കുന്ന രീതിയാണ് ആധുനിക ചിന്തകന്മാരെ കുറിച്ച് പറയുമ്പോൾ മൗലാന മൗദൂദിനെ പോലുള്ള ആൾക്കാരെ ആദ്യം ഈ വിഷയത്തിൽ വരുന്നത് സ്റ്റേറ്റ് സെൻട്രിക്കായ ഐഡിയകൾ മുന്നിൽ വെച്ച ഒരാളെന്ന നിലയിലാണ്. അതായത് ഇസ്ലാമിനെ കുറിച്ച് പറയുകയും മൗലാന മൗദൂദിനെ കുറിച്ച് പറയുകയും ചെയ്യുമ്പോൾ ആദ്യം സ്റ്റേറ്റിനെ കുറിച്ച് മാത്രം പറയുക, ഭരണ സംവിധാനത്തെ കുറിച്ച് മാത്രം പറയുക, ആ ഭരണം നാട്ടുകാരിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യുക എന്ന് മാത്രം വിശദീകരിച്ച ഒരു ഐഡിയലോഗായിട്ടാണ് മൗലാന മൗദൂദിനെ പോലുള്ള ആൾക്കാരെ വിശദീകരിക്കുന്നത്. യഥാർത്ഥത്തിൽ സയ്യിദ് അബുൽ അല മൗദൂദിയെ പോലെ ആധുനികരായ ഏകദേശം എല്ലാ പണ്ഡിതന്മാരും ഇസ്ലാമിക് പൊളിറ്റിക്കൽ ഫിലോസഫേഴ്സിന്റെ ഒരു പൈതൃകത്തെ പിൻപറ്റുന്നവരാണെന്നുള്ളതാണ് യഥാർത്ഥ ചരിത്രം. ഇത് നമുക്ക് വ്യക്തമാവുന്നത് ഷാവുൽദ ദഹ്ലവി എന്ന് പറയുന്ന 18-ാം നൂറ്റാണ്ടിലെ പരിഷ്കർത്താവിന്റെ ചിന്തകളെക്കുറിച്ച് വിശദമായി പഠിക്കുമ്പോഴാണ്. ഷാവുൽദ ദഹ്ലവി അദ്ദേഹത്തിന്റെ ഹുജ്ജത്തുല്ലാഹിൽ ബാലുഗയിലും ഇർത്തിഫാഖാത്ത് എന്ന് പറയുന്ന പൊളിറ്റിക്കൽ ഫിലോസഫിയെക്കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഇർത്തിഫാഖാത്ത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് വ്യക്തി, കുടുംബം, നഗരം, രാഷ്ട്രം എന്ന് പറയുന്ന ബോട്ടം അപ്പ് തിയറി ഷാഹുൽദ ദഹ്ലവി മുന്നോട്ട് വെക്കുന്നുണ്ട്. വ്യക്തിയുടെ പരിവർത്തനത്തിൽ കൂടി ചെറിയ യൂണിറ്റായ കുടുംബവും അതിൽ നിന്ന് നഗരത്തിന്റെ ഒരു പരിവർത്തനവും അതിൽ നിന്ന് ആ ദൗലത്തിന്റെ, ആ രാഷ്ട്രത്തിന്റെ, ആ രാജ്യത്തിന്റെ ഒരു പരിവർത്തനവും ഉണ്ടാവുന്നു എന്ന രീതിയിലാണ് ഇർത്തിഫാഖാത്ത് എന്ന് പറയുന്ന ചിന്ത ഷാവുൽദ ദഹ്ലവി മുന്നോട്ട് വെക്കുന്നത്. ഇതിന്റെ മറ്റൊരു രൂപമാണ് സയ്യിദ് അബുൽ അല മൗദൂദിയുടെ പൊളിറ്റിക്കൽ ഫിലോസഫിയും. അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ് സെൻട്രിക് ഐഡിയ എന്നതുപോലെ തന്നെ മൗലാന മൗദൂദിയും ബോട്ടം അപ്പ് തിയറി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. വ്യക്തി, കുടുംബം, സമൂഹം, രാഷ്ട്രം എന്ന് പറയുന്ന ഈ പറയുന്ന ഗ്രാജുവൽ ഗ്രോത്തിനെയാണ്, ആ തരത്തിലുള്ള ഒരു രാഷ്ട്ര നിർമ്മാണത്തെയാണ് മൗലാന മൗദൂദി മുന്നോട്ട് വെക്കുന്നത്. ഷാവുൽദ ദഹ്ലവിയും മൗലാന മൗദൂദിയും ഇവിടെ വ്യത്യസ്തമാവുന്നത് നഗരത്തെയും സമൂഹത്തിന്റെയും ആ ഒരു പേരിലുള്ള വ്യത്യാസം മാത്രമാണ്. ഷാവുൽദ ദഹ്ലവി ജീവിക്കുന്നത് മുഗൾ സാമ്രാജ്യം തകരുന്ന സാഹചര്യത്തിൽ ഡൽഹിയിലെ ജീവിതത്തിൽ അധികാര കേന്ദ്രമായ, നഗര കേന്ദ്രമായ, മുഴുവൻ സാംസ്കാരിക, രാഷ്ട്രീയ, സാമൂഹിക പ്രവർത്തനങ്ങളുടെയും കേന്ദ്രമായ ഡൽഹിയുടെ ജീവിതത്തിൽ നിന്നുകൊണ്ടാണ്, ആ ഒരു ചരിത്ര പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഷാവുൽദ ദഹ്ലവി അവിടെ നഗരം എന്നതിനെ മൂന്നാമത്തെ സ്റ്റേറ്റായി മുന്നോട്ട് വെക്കുന്നതെങ്കിൽ മൗലാന മൗദൂദി 20-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന മൗലാന മൗദൂദി സമൂഹത്തിനെയാണ് നഗരം എന്നതിന് പകരം മുന്നോട്ട് വെക്കുന്നത്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാവുന്നത് ഷാവുൽദ ദഹ്ലവിയുടെ ചിന്തയുടെ ഒരു പൈതൃകത്തിന്റെ തുടർച്ചയാണ് മൗലാന മൗദൂദി മുന്നോട്ട് വെക്കുന്നത് എന്നതാണ്. അതായത് ഒരു നാഷണൽ ബിൽഡിംഗ് ഉണ്ടാവുകയും അതിൽ നിന്ന് രാഷ്ട്ര രൂപീകരണം ഉണ്ടാവുകയും ആ രൂപീകരണം നടന്ന ഭാഗത്ത് എങ്ങനെയാണ് ഇസ്ലാം അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതാണ് മൗലാന മൗദൂദിയുടെ 2-ാം ഘട്ടം. ഈ തരത്തിൽ ഒരേപോലെ നാഷണൽ ബിൽഡിംഗിന്റെ ഗ്രാജുവൽ ഗ്രോത്തിനെ വിശദീകരിക്കുന്ന മൗലാന മൗദൂദി അതേസമയം തന്നെ സ്റ്റേറ്റ് രൂപീകരിക്കപ്പെട്ടു കഴിഞ്ഞതിന് ശേഷം സ്റ്റേറ്റ് എങ്ങനെയാണ് നടപ്പിലാക്കേണ്ടതെന്നും മൗലാന മൗദൂദി അദ്ദേഹത്തിന്റെ ഖുത്ബാത്ത് പോലുള്ള, ജിഹാദ് പോലുള്ള വർക്കുകളിലും ഈ കാര്യങ്ങൾ വിശദമായി സംസാരിക്കുന്നുണ്ട്. ഈ തരത്തിൽ ഇസ്ലാമിക രാഷ്ട്രീയ ചിന്തകളുടെ, പ്രത്യേകിച്ച് ഖിലാഫത്തിനെ കുറിച്ചുള്ള ചിന്തകളും ദാറുൽ ഹർബ്, ദാറുൽ ഇസ്ലാം എന്ന് പറയുന്ന ബൈനറികൾക്കപ്പുറം ദാറു ഷഹാദ, ദാറു ദഅവത്ത് പോലുള്ള, ദാറുൽ അംൻ, ദാറുൽ അഹദ് പോലുള്ള പുതിയ ലോകത്തേക്കും അതിന്റെ കൂടെ തന്നെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് യൂറോസെൻട്രിക് ഐഡിയയെ കേന്ദ്രീകരിച്ച് മാത്രമല്ല, ഇസ്ലാമിന്റെ ആശയ പരിസരത്തിൽ നിന്നുകൊണ്ട് സ്റ്റേറ്റിനെ കാണണം. പകരം യൂറോസെൻട്രിക് ഐഡിയയിൽ നിന്നുകൊണ്ട് ഇസ്ലാമിക ഭരണത്തെ, സംവിധാനത്തിന്റെ രൂപീകരണത്തെ നടപ്പിലാക്കുകയും കാണുമ്പോൾ ആശയപരമായി തന്നെ ഒരുപാട് മിസ്റ്റേക്കുകൾ സംഭവിക്കുമെന്നുള്ളതാണ് ഈ ഒരു ചർച്ചയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതിന്റെ കൂടെ തന്നെ ആധുനിക പണ്ഡിതനായ മൗലാന മൗദൂദിയുടെ
അദ്ദേഹത്തെ സ്റ്റേറ്റ് സെൻട്രിക് ഐഡിയ എന്നതിനോടൊപ്പം തന്നെ ബോട്ടം അപ്പ് തിയറി എന്ന് പറയുന്ന ഇസ്ലാമിക ചിന്തയുടെ ഗ്രാജുവൽ ഗ്രൗത്തിനെ വിശദീകരിക്കുന്ന ചിന്തകളും മൗലാന മൗദൂദി ഈ വിഷയത്തിൽ മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് ഷാവുലുല്ലാ ദഹ്ലവി എന്ന് പറയുന്ന പണ്ഡിതന്റെ ആ പണ്ഡിത പാരമ്പര്യത്തെ പിന്തുടർന്നാണ് അദ്ദേഹം ഇക്കാര്യം ചെയ്യുന്നതെന്നാണ് ഈ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇങ്ങനെ വിവിധ ചർച്ചകളിലൂടെ ഇസ്ലാമിക രാഷ്ട്രീയ ചിന്തകൾ വികസിക്കുകയും ആധുനിക കാല പശ്ചാത്തലത്തിൽ അതിനെ ബോധബലകമായി ഇസ്ലാമിക രാഷ്ട്രീയ ചിന്തകളെ മനസ്സിലാക്കേണ്ടതും അനിവാര്യമാണ്. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.